ഇപ്പൊ എവിടുന്ന വരുന്നു? ഞാനിപ്പോ വരുന്ന എന്നെ കെട്ടിച്ചു വിടുന്നത് കോട്ടയത്താണ്. പക്ഷെ ഞാനിപ്പോ വരുന്നത് വാഗതാനത്തുനിന്നാ. വാഗത്താനത്ത് കെട്ടിച്ചു വിട്ടത് കോട്ടയത്ത് നിന്നാണെങ്കിൽ കോട്ടയത്ത് നിന്നല്ലേ വരേണ്ടത്, വാഗത്താനത്ത് നിന്നല്ലല്ലോ. അതിപ്പോ എങ്ങനാ? ഞാൻ എന്റെ ഭർത്താവിന്റെ അനിയന്റെ കൂടെ വാഗത്താനത്ത് വാടകയ്ക്കല്ലേ താമസിക്കുന്നേ. ഭർത്താവിന്റെ അനിയനോടൊപ്പം വാഗത്താനത്താ താമസിക്കുന്നത്. അപ്പൊ ഭർത്താവിന്റെ കൂടെ എനിക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. ഒരു സ്ത്രീയോട് ഒരു പുരുഷനും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് എന്റെ ഭർത്താവിനോട് ചോദിച്ചത്. അത് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അതൊക്കെയായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് ഇവരുടെ പ്രചോദനം തന്നത്. എന്താണ് അദ്ദേഹം മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റാത്ത എന്താണ് ചോദിച്ചത്? മ്ലേച്ഛമായ ചോദ്യങ്ങളാണ്, മ്ലേച്ഛമായ ആവശ്യങ്ങളായിരുന്നു അദ്ദേഹത്തിനുള്ളത്. എന്തായിരുന്നു പറയും? അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഈ ഒരു പൊതുവേദിയിൽ നിന്ന് പറയാൻ പാടില്ലാത്തതാണ്. അല്ല, എന്നാലും പിന്നെ അങ്ങനെ പുരുഷന്മാരെ അത്തരത്തിൽ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഏതായാലും നിങ്ങൾ നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. അദ്ദേഹം എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഭർത്താവ് പറയാ, രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേക്കണമത്രേ, അങ്ങർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണമത്രേ, അങ്ങനെ തുണികൾ കഴുകണമത്രേ. അതെല്ലാം ഞാൻ സഹിക്കാം. അവസാനം അയാൾ പറയുന്നു, അയാളുടെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കണമത്രേ, അതുങ്ങളെ ഞാൻ വളർത്തണമത്രേ. ഏതെങ്കിലും ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ? അല്ല. സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം പരാമർശങ്ങളെ ഞങ്ങൾ തടഞ്ഞിരിക്കും.